ഡബിൾ നല്ല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നൈറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺഫ്യൂഷനാണ് എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളത്. അത് വലിയൊരു കൺഫ്യൂഷൻ ആണുള്ളത്. സോ വൈകിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാലേ. അപ്പം ഇന്നും അതിനുള്ള തത്രപ്പാടാണ് എനിക്ക്. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ. കാരണം മുട്ടക്കറി ഉണ്ടാക്കുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോസസ് ആണ്. കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങുക, കുറേ നമ്മുടെ കേരള സ്റ്റൈലിൽ മുട്ടക്കറി ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ദിസ് ജാസൺ ലോയിസ് ഫ്രം ഡബിൾ മല്ലു വേൾഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം, ഉറപ്പായിട്ട് ഓടിപ്പോയിട്ട് നോക്കണോട്ട് നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം. ലൈക്സ്, സബ്സ്ക്രൈബ്, കമന്റ് ഒക്കെ തന്നിട്ട് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. സോ നമുക്കിന്ന് ചിക്കൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുട്ടക്കറിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നാലോ. അപ്പം എളുപ്പമുള്ള ഒരു മുട്ടക്കറി വയ്ക്കാൻ പോകുന്നത്. മുട്ടക്കറിയുടെ കഴിക്കാൻ വേണ്ടി ഞാൻ മസാല നേരത്തെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണ്, മുട്ടക്കറിയുടെ മസാലയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോണേ. സോ എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ആക്ച്വലി. സോ നമ്മുടെ നല്ല എന്താ പറയാ ആ ബ്രൗൺ ടൈപ്പുള്ള മുട്ടയില്ലേ, അത് എടുത്തേക്കുന്നത്. വെള്ളമൊക്കെ അല്ല, നല്ല ബ്രൗൺ കളറുള്ള മുട്ട. സോ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടത് അതിൻ്റെ ആ തോട് പൊളിഞ്ഞ് കിട്ടത്തില്ല. ഞാൻ എന്തും മുട്ട പൊഴിയാൻ ഒരിക്കലും ശരിയാവാറില്ല. അപ്പം ഇന്ന് കുറച്ച് എന്തൊക്കെ പ്രശ്നം കാണും. ഒന്നീ തോട് പൊളിയാൻ കുറച്ച് കാട് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാകുന്ന സമയത്ത്. സോ അപ്പം മുട്ട നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കാണ്. അടുപ്പ് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കും. ഒന്ന് പുഴങ്ങി ശരിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇൻ ദ മീൻ ടൈം നമുക്ക് സവോളയൊക്കെ കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മുടെ 2 സവോള, ഒരു ചുവന്ന സവോള, ഒരു അതുപോലെ തന്നെ പിന്നെ ഒരു വെള്ള സവോള എടുത്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സാമാനങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കി അരിഞ്ഞ് വരക്കി വെക്കാം. അന്നത്തേക്കും മുട്ടയൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. പീൽ ഉപയോഗിച്ചിട്ടില്ല, ഭയങ്കര ഈസിയാണ്. അപ്പം അത് ചെയ്യാം. ഈ സാധനം പീൽ ചെയ്ത് കണ്ടിച്ച് നമുക്കൊന്ന് കഴുകി പറക്കി എടുത്ത് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള ചുവന്നതും വെള്ളമുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് പീസാക്കി വെച്ച്, അതുപോലെ ഉരുളക്കിഴങ്ങ് ഞാൻ സെപ്പറേറ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസിലായിട്ട് അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എല്ലാം ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചൂടായ പാനിലേക്ക് നമുക്കൊരു ഇച്ചിരി വെജിറ്റബിളിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഓയിൽ ഞാൻ സാധാരണ ഒഴിക്കാറില്ല, കുറച്ച് ഓയിൽ ഒഴിക്കാറുള്ളൂ. അപ്പം ഇത്ര ഓയിൽ ഒഴിച്ചു. നമുക്ക് അതിനകത്തേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ. സമയത്ത് ഒരു ഇച്ചിരി നമ്മുടെ വെളിച്ചെണ്ണ ഇല്ലാതെ എന്ത് മുട്ടക്കറി അല്ലേ, നമ്മുടെ കേരളക്കാരെല്ലാവരും മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇടാറുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി അതിൻ്റെ മറ്റേ നമ്മുടെ വെജിറ്റബിൾ ഓയിലിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയുടെ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത്, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്ന് നമ്മുടെ ഒറിജിനൽ കേരള കറി ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ 2 സൈസ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴന്ന് വരാനായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ കൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവണം. അത്രയും നന്നായിട്ട് ഒന്ന് വഴറ്റിയിടണം. കാരണം എനിക്കെപ്പോഴും ഇച്ചിരി നന്നായിട്ട് വഴന്നുണ്ടാക്കണം ഇഷ്ടം. കാരണം ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടും. നമ്മുടെ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് പൊളിയായിരിക്കും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുള്ള കുറച്ചൊരുപാടാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം പുഴുങ്ങിയെടുത്ത് തിളപ്പിയായിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാല ഇടുന്നുള്ളൂ. കുറച്ച് നമ്മുടെ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1-2 സ്പൂൺ മുളക് പൊടി നമ്മൾ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 സ്പൂണ് മല്ലിപ്പൊടി തന്നെ നമ്മൾ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ മുട്ടയുടെ മസാല ഞാൻ മേടിച്ചിരുന്നു. മുട്ടയുടെ മസാല നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്, മുട്ട മസാല. പിന്നെ ഗരം മസാലയുടെ ഒരു ഇച്ചിരി സെപ്പറേറ്റ് ഒരു പാക്കറ്റുണ്ട്, അതിനകത്ത് ഒരു ഇച്ചിരി അതും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്.
നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചെറിയ ഒരു സ്പൂണാണ്. ഒത്തിരി ഇട്ടാൽ ഭയങ്കര ടൈപ്പായിരിക്കും. എനിക്കത് ഒത്തിരി മല്ലിപ്പൊടി ഞാൻ ഇടാറുള്ളൂ ഒരു കറിക്കകത്ത്. അപ്പം അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, അത് കൂടാതെ നമ്മൾ ഇച്ചിരി കുരുമുളകിൻ്റെ ക്രഷ് ചെയ്ത് നമ്മുടെ കൂടുന്ന കുരുമുളക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കുരുമുളകില്ലാതെ നമ്മുടെ കേരള ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടിട്ട് ഇനി ചേർക്കാൻ പോകുന്ന ഐറ്റം നിങ്ങൾ സാധാരണ ചേർക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. സാധാരണ മുട്ടക്കറിക്കാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ നല്ല നാടൻ തൈര്. നാടൻ തൈരല്ല, നമ്മുടെ ഇവിടെ കിട്ടുന്ന യോഗട്ട്, അത് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ക്രീമി ആയിക്കോളും. ഒത്തിരി ഇടണ്ട, ഇച്ചിരി പുളി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പുളിയായിരിക്കും. നമ്മളൊരു ക്രീമി ടെക്സ്ചറായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം അടിപൊളിയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇനി കുറച്ച് നല്ല കട്ട തേങ്ങാപ്പാൽ, നമ്മുടെ ആൽഡിയിൽ നിന്ന് മേടിച്ച തേങ്ങാപ്പാലുണ്ട്, ഇത് കണ്ടോ, കോക്കനട്ടിൻ്റെ മിൽക്ക്, ഇത് നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പോകണം. ഒരു ഹാഫ് ക്യാനോളം കേട്ടോ. ഒരു ഹാഫ് പാത്രം ഒഴിച്ച് കൊടുക്കാൻ പോകണം. തിക്കായിട്ടുള്ള അടിപൊളി സാധനമാണ്. മൊത്തം ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കുന്നത്. ഒത്തിരി ഒഴിച്ചാൽ ഇതുണ്ട്. നല്ല ഞാൻ കാണിച്ചു തരാമേ. നല്ല തിക്കായി ഗ്രേവി. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. 5-6 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടിക്കഴിഞ്ഞാൽ കാര്യം റെഡിയായി. പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ നോക്കി അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ ഫൈനൽ മുട്ടക്കറി ശരിയായിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിയുടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ട് ചോറിനാൻ പോവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറിനാനുള്ള പരിപാടിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് മുട്ടക്കറി വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുട്ടക്കറി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി അച്ചാറ് തൈരെല്ലാം കൂട്ടിയിട്ട് മുട്ടക്കറി കൂട്ടി ചോറിനാൻ പോവാം. ഈസി കുക്കിംഗ്, ടേസ്റ്റി കുക്കിംഗ്.